അയ്യോ, ബഹളം വയ്ക്കണ്ട. തൽക്കാലം ഈ വിവരം ആരും അറിയണ്ട. പ്രതിഭ വീട്ടിലേക്ക് ചെല്ല്. അമ്മ അങ്ങ് വിഷമിച്ചിരിക്കുക. ഇല്ല, അച്ഛനെയും സന്ദീപിനെയും കൂട്ടാതെ ഞാൻ അങ്ങോട്ടില്ല. പ്രിയ, അമ്മയെ ഒന്ന് വിളിച്ച് സമാധാനിപ്പിക്കണം. എനിക്കൊരു കുഴപ്പമില്ലെന്നും അച്ഛനെ എങ്ങനെയെങ്കിലും ഞാൻ കൂട്ടിക്കൊണ്ടുവരുമെന്നും പ്രിയ അമ്മയോടൊന്ന് പറയണം. എനിക്കങ്ങ് പേടി തോന്നുന്നു. ഒന്നും പേടിക്കണ്ട, ഞാൻ അവരെയും കൊണ്ടേ വരൂ. പ്രതിഭ എങ്ങോട്ടാ പോണേ? അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം. ഞാൻ പിന്നെ വിളിക്കാം. അയ്യോ അയ്യോ, എന്റെ മേനോ ചേട്ടാ, നമുക്ക് ഈ ഗതി വന്നല്ലോ. എടോ നമ്പ്യാരെ, താനാണോ ഇതിലൊക്കെ കാരണക്കാരൻ? എന്റെ കള്ളക്കടത്തുകാരോട് അതും ഇതൊക്കെ മേടിച്ചിട്ട് ഇപ്പൊ ഞാനും കുടുങ്ങിയില്ലേ? 5 ലക്ഷം രൂപ എന്ന് കേട്ടപ്പോഴേ താൻ തനിയെ കയറി തൂങ്ങിയതല്ലേ, അനുഭവിച്ചോ? ആ പോണോ പരട്ട നമ്പ്യാരെ. ചവിട്ടത്തോളം ഞാൻ നാവ് നോക്കി ചവിട്ടത്തോളം കേട്ടോ. ചവിട്ടിപ്പൊടിച്ച് എല്ലാം കൂടി ഞാൻ ചവിട്ടി പൊടിച്ചുകളെ. ചവിട്ടിയാൽ നട്ടല് ചവിട്ടി ഒടിച്ച് മുഖം നിരത്തിട്ട് ഇങ്ങനെ ഒരയ്ക്കും. ഓഹോ, നിന്റെ തല ഞാൻ മുട്ടയടിച്ച് അവന്റെ തല പോലെ ആക്കി നിലത്തെ തുരുട്ടി വച്ചുകൊടി ഞാൻ കളിക്കാം. പഠിച്ചിട്ട് മുള കരച്ച് ഇങ്ങോട്ട് നിർത്തണ. നീ അവരിങ്ങനെയാണ് വിളിച്ചു പറയുന്നത്. ഉള്ള സംഘത്തിൽ വരുമ്പോഴെങ്കിലും കുറച്ച് മാന്യമര്യാദയായിട്ട് പെരുമാറിക്കൂടെ? ആദ്യം രക്ഷപ്പെടാൻ നോക്ക്, പിന്നെ മാന്തിയ കൊരക്കെ എന്താണെന്ന് വെച്ചാ ചെയ്. വീട്ടിലെ കാര്യം ഓർത്തിട്ട് എനിക്കൊരു മനസമാധാനവും ഇല്ല. അമ്മാവനോടത്തെ വിശേഷങ്ങൾ വല്ലതും അറിയാവോ? പിന്നെ ഞാനും കൊള്ളക്കാരും കൂടി ഇങ്ങോട്ട് വരുന്ന വഴി പെമ്മക്കളുടെ വീട്ടിലെ കയറി വിശേഷങ്ങളൊക്കെ അന്വേഷിച്ച് കാപ്പൂടി കഴിഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് വരുന്നത്. അമ്മാവന്റെ അവസാനത്തെ തമാശ. പൊന്നു മേനോ ചേട്ടാ, ആ വൈരങ്ങൾ എവിടെയാണെന്ന് അറിയാമെങ്കിൽ ആ കാലമാളം അവരോട് പറയേ. എനിക്ക് തല്ലുകൊള്ളാമോ? അയ്യേ, ഓമനക്കുട്ടൻ അതുകൊണ്ട് മുങ്ങിയതായിരിക്കും. ഓമനക്കുട്ടൻ നമുക്ക് അവനെ തപ്പി യുവമാർക്ക് കൊടുത്താലോ? എന്തിനാ അവനെ തപ്പണത്? അവനിപ്പൊ സുഖിക്കുകയായിരിക്കും. അയ്യോ അയ്യോ, വൈദ്യരെ, മനുഷ്യ സ്നേഹമില്ലാത്ത മണിയം വൈദ്യരെ, എന്നെ ഒന്ന് മാന്തി പുറത്തെടുക്ക്. എവിടെ പോവാ മരുന്ന് കഴിക്കാതെ? ചൂരിലെടുക്കണോ ഞാൻ? കുടിക്ക്. ഇയാള് പേഷ്യന്റ് ആരാ? പേഷ്യന്റോ? ആ, അപ്പൊ ഇതല്ലേ വൈദ്യര്? വൈദ്യരോ? ഞാനാ ഇവിടുത്തെ വൈദ്യര്. ഇവനെ വൈദ്യശാലയിൽ മരുന്നടിക്കാൻ നിന്നിരുന്നവനാ. ഇപ്പോ മരുന്ന് അടിച്ചടിച്ച് ഇതുപോലെ ആയിപ്പോയി. ഇതാണ് പെലെ. പെലെയോ? കേട്ടിട്ടില്ലേ? ഫുട്ബോൾ രാജാവ് പെലെ. ഇപ്പൊ ഗോൾ പോസ്റ്റിൽ തലയിടിച്ച് ഇതുപോലെ ആയിപ്പോയി. പെലെ ആയില്ല. എടാ കഷായ പണ്ടാരമേ, കുളിച്ചിട്ട് വെള്ളം ഒഴിക്കാൻ ഞാനെന്താണോ തെങ്ങിൻ തയ്യാണോ? ഇതാണ് ശിരോവസ്തി. തല എസ് ചെയ്ത പേഷ്യന്റാ. സ്ഥാനം തെറ്റി അസ്ഥാനത്ത് മർദ്ദനമേറ്റതാ. ഇപ്പൊ മുഴുവൻ ഭ്രാന്താ. ഭ്രാന്തിന്റെ തന്തയ്ക്കാടാ. എന്റെ കൈയും കാലും മണ്ണിന്റെ അടിയിലായി നിന്റെ ഭാഗ്യം. ഞാൻ നിന്റെ കാല് പിടിച്ച് പറഞ്ഞല്ലടാ തെണ്ടി, എനിക്കൊരു കുഴപ്പവും ഇല്ലെന്ന്. മോനെ ഓമനക്കുട്ട, ഇപ്പൊ നിന്റെ തല പുറത്തുണ്ട്, ഞങ്ങളെയൊക്കെ കാണാം. ഇത് ശിരോവസ്തി. പോടാ, ഇനി നിന്റെ കാല് പുറത്താകും. ഞങ്ങളെ ഒന്നും കാണാൻ പറ്റൂല. അത് കാലോ അസ്ഥി. പുറത്തെടുക്കണോ? ആട്ടെ, താങ്കൾ എന്തിനാണാവോ വന്നത്? ഞാൻ സ്റ്റേറ്റ്സിൽ നിന്ന് വന്നിട്ട് ഒരാഴ്ച. അവിടെ ആയുർവേദത്തിനും പ്രകൃതി ചികിത്സയ്ക്കും നല്ല മോപ്പ. അതുകൊണ്ട് ഞാൻ വൈദ്യരെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വന്ന. സന്തോഷം. അമേരിക്ക എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം പ്ലീസ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വീട്ടിൽ നിന്ന് അത്തയം കഴിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് തുടങ്ങാം. മനസ്സിലായില്ല? മനസ്സിലായില്ല? ഞാനാണ് അമേരിക്കൻ പ്രസിഡന്റ്. ഇപ്പൊ മനസ്സിലായി. അതെ. അപ്പോ പ്രസിഡന്റിന്റെ വീട്ടിൽ നിന്ന് ആരും വന്നിട്ടില്ല? ഇല്ല. ഒറ്റയ്ക്ക് തനിക്ക് ഇങ്ങോട്ട് ഓടിപ്പോരുമായിരുന്നല്ലേ? തൽക്കാലം പന്നിയുടെ വീട്ടിലെ ഭക്ഷണം അവിടെ തന്നെ ഇരിക്കട്ടെ. അമേരിക്കൻ പ്രസിഡന്റ് വീട്ടിൽ നിന്ന് ആരെങ്കിലും അന്വേഷിച്ച് വരുന്നത് വരെ ഭക്ഷണം ഇവിടെ തൽക്കാലം നമുക്ക് കഴിക്കാം. എറണാകുളം 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 കോൺഗ്രസ് ക്ലാസിക്കിൽ ഒരു ലക്ഷറി ജർണി. എറണാകുളം ബസ് കയറി വന്നാൽ മതി. ഇതും കൂടെ എടുത്ത് അകത്ത് തന്നെയാ, ഇല്ലെങ്കിൽ എവിടെയെങ്കിലും അടിച്ചു നോക്ക്. എറണാകുളം എറണാകുളം. ചാക്ക് കയറ്റുമോ? ചാക്കൊക്കെ കയറ്റുന്ന പുറകിൽ സ്ഥലമുണ്ട്, അങ്ങോട്ടൊന്ന് കയറിക്കോ. ആ ചാച്ചിയുടെ മടിയിലോട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തന്നെയാ. എറണാകുളം 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 എറണാകുളം.
അയ്യോ നോക്കടാ, യുദ്ധഭൂമിയിൽ യോദ്ധാവിന്റെ തല മാത്രം അറ്റു കിടക്കുന്നു. നമുക്കേ ചവറുകൂട്ടിയിൽ കത്തിക്കാം. പറമ്പില്ല പുകർത്താൻ പറയാതെ യോദ്ധാവിന്റെ ഉടല് മണ്ണും കടി കൊണ്ടറാ. അയ്യോ നമുക്ക് ഇതിനെ പൊക്കിയെടുക്കാം. വാ പിടിച്ചോ. ഓമനക്കുട്ടന്റെ വീട് ഞാൻ ഓമനക്കുട്ടന്റെ ഭാര്യ. നമ്മളാര്? നമ്പ്യാരുടെ മകൻ പ്രദീപ്. അയ്യോ അറിഞ്ഞില്ല കേട്ടാ. ഇരിക്കുന്നു. അയ്യോ ചേട്ടാ എപ്പോഴും പറയും കേട്ടാ ഭയങ്കര പാട്ടുകാരനാണെന്ന്. ഇനിയിപ്പോ സാറിന്റെ പാട്ടൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് കേൾക്കാൻ നമ്മൾ ടി വി കണ്ടിട്ട്. പുതിയ ഫോൺ കളക്ഷൻ കിട്ടി 36, 16, 17. വാഷിംഗ് മെഷീൻ നാളെ വരുള്ളൂ. സാറിന് വിശ്വസിക്കാൻ വയ്യല്ലേ? സമയം നന്നാവുമ്പോ എല്ലാം നേരെയാവും. ചേട്ടന് ലോട്ടറി അടിച്ച് 50 ലക്ഷം രൂപയും കോണ്ടസാ കാറും. ഇപ്പോഴാ എല്ലാം മനസ്സിലായത്. ഓമനക്കുട്ടൻ എവിടെ? അയ്യോ അവിടെ വന്നില്ലായിരുന്നു. നമ്മൾ മുമ്പ് താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് എന്തരോ സാധനങ്ങൾ എടുക്കാണ്ടെന്ന് പറഞ്ഞ് പെയ്യതാണ്. കൂടെ കാറിന്റെ ഡ്രൈവറും ഉണ്ട്. എന്തരോ ഒരു നാഷണൽ ഹോട്ടലിൽ എവിടെയാണ് താമസിക്കണത്. സംഗതി ആകെ കുഴഞ്ഞു മറിഞ്ഞല്ലോ. എന്തൊരു സാറേ പ്രശ്നം? ഏയ് ഒന്നുമില്ല, ഞാൻ ഇറങ്ങാം. ഓമനക്കുട്ടൻ വന്നാലേ എന്നെ അത്യാവശ്യമായിട്ടൊന്ന് വന്ന് കാണാൻ പറയാം. അയ്യോ സാർ നിക്കണേ, ഒന്നും വിചാരിക്കല്ലേ. എന്റെ ചേട്ടൻ എങ്ങനെ ആള്? മനസ്സിലായില്ല. അയ്യോ അതല്ല, കാശും പണമൊക്കെ വന്നപ്പോ അവിടെ ഏയ് ഒരു കുഴപ്പമില്ല. പുള്ളിക്കാരൻ പെണ്ണുങ്ങളുടെ മുഖത്തോടും നോക്കില്ല. അല്ലെങ്കിൽ തന്നെ ഇത്രയും സുന്ദരിയായിട്ടുള്ള ഒരു ഭാര്യ ഉള്ളപ്പോ വേറെ പെണ്ണുങ്ങൾ മുഖത്ത് വെക്കേണ്ട കാര്യം എന്താ? മണിയനീച്ച് എന്താ ഇതൊക്കെ? എടാ ഗോപാല, എന്നെ ഒന്ന് രക്ഷിക്കടാ. എനിക്ക് പ്രാന്തില്ലടാ. എടാ വൈദ്യരോട് പറയണ ചങ്ങനെ ഒന്ന് അയച്ചു തരാൻ. പ്രാന്തില്ലേ പിന്നെ ഇങ്ങനെ കെട്ടിയിടോ? എത്ര ദിവസമായി ആഹാരം പോലില്ലാതെ ഞാൻ അലിയുന്നു. അവസാനം SI സാറാ പറഞ്ഞത് ഇവിടെ ഉണ്ടെന്ന്. എടാ കോപ്പെ, നിന്റെ ബുദ്ധി പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചപ്പോഴാണ്ടാ ഞാൻ ചങ്ങലയിലായത്. രോഗിയുടെ ആരാ? ഇയാളെന്റെ കാറിന്റെ ഡ്രൈവറാ. ഡാടാ, അസുഖം എങ്ങനെയുണ്ടോ ഇതിനെ? ഒന്നും പറയാറായിട്ടില്ല. മൂത്ത അവസ്ഥയില. ശിരവും വസ്യസ്ത്രയും അഷ്ടാംഗ ഹൃദയം പ്രതികടയും സ്തുനയും. സ്തൊനയുടെ അസുഖ? അതെ. എന്ത് സ്തൊനയെങ്കിലും ആയിക്കോട്ടെ, സാവധാനം ചികിത്സിച്ചാ മതി. അഴിച്ചു വിട്ടേക്കരുത്, ഭയങ്കര ശല്യ. അസുഖം മാറാൻ 6 മാസമെങ്കിലും ആവൂലേ? എടാ പരമദ്രോഹി, എന്നെ അല്ലല്ല എവനെ വിളിച്ച. ഇതാ അസുഖം. മാന്യന്മാരെ കയറി തെറി വിളിക്കുക. കിട്ടിയ സമയത്തിന് നീ എന്റെ കാല് വാരിയല്ല. മിണ്ടാതെ അടങ്ങി ഒതുങ്ങൂടെ കഴിഞ്ഞോണം. എങ്ങനെയെങ്കിലും ഇച്ചിരി കാശുണ്ടാക്കി ഞാൻ നാട്ടിലേക്കൊന്ന് പോയിട്ട് വരട്ടെ. അതുവരെ വൈദ്യർക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കി വെക്കരുത്. പോട്ടെ വൈദ്യരെ, എന്റെ ഡ്രൈവറെ എത്ര കാലം ചികിത്സിച്ചാലും അതിന്റെ പണം ഞാൻ തന്നെ തന്നേക്കാം. പോട്ടെ. ഇപ്പൊ ഞാൻ നിന്റെ ഡ്രൈവർ അല്ലേടാ. എനിക്ക് പ്രാന്താണല്ലേ. എടാ വൈദ്യം കൂടാപ്പി, എന്നെ നയിച്ചു വിടണോ? അയ്യോ എന്റെ സാറന്മാരെ, ഞാൻ കേൾക്കണ സത്യമാണോ? എന്റെ ചേട്ടന് ഭ്രാന്ത് പിടിച്ച. അയ്യോ കണക്കില്ലാതെ സ്വത്ത് വന്നപ്പോ കണ്ണാട്ടുപോയി. ഞാൻ പറഞ്ഞാണ് കടുകുമുളകും ചുറ്റിയിടാൻ. സമയദോഷം കേട്ടില്ല. അയ്യോ എനിക്ക് സഹിക്കാൻ വയ്യ. എന്റെ എല്ലാം നേരെയാവും. ഞാൻ അയാൾക്ക് വേണ്ട എല്ലാ സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഞാൻ എങ്ങനെ എനിക്ക് ഭർത്താവായിട്ട് ഇവിടെ കയറി പോകാതെ ആ വൈദ്യുതി എന്ന് പറയും. അയാൾക്ക് മരി തരും ഭ്രാന്ത്. അബു യെസ് സർ. ഒരു ഭ്രാന്തന്റെ ഭാര്യയുടെ വേദന നിനക്ക് മനസ്സിലായില്ല. അല്പം കൂടി മാന്യമായിട്ട് പെരുമാറും. ശരി സാർ. അബു സർ എടുക്കട്ടെ. മാന്യത മാന്യത. ഓ മാന്യത. സോറി സാർ. സഹോദരി ഒന്ന് പുറത്തേക്ക് വന്നാലോ പ്ലീസ്. അന്നാ വരട്ടെ. അയ്യോ കൊലടക്കുന്നേ. ഓടുവാ ഓടുവാ. എവിടെ? കൊല നടക്കുന്നു കൊല നടക്കുന്നു കൊല നടക്കുന്നേ കൊല നടക്കുന്നു കൊല നടക്കുന്നു. അയ്യടക്കണേ സാറേ, ഞാൻ പറയാം. കഴിഞ്ഞ വെള്ളിയാഴ്ച അങ്ങനെ ചടങ്ങ്. ചടങ്ങോ? അങ്ങനെ സഞ്ചാരി അങ്ങനെ മരിച്ചുപോയി. സത്യം പറയാം. അങ്ങനെ ഇവിടെ പ്രാന്താശുപത്രിയാ. എന്തോടെ വന്നാൽ ഞാൻ കാണിച്ചു തരാം. ഇവിടെ അടുത്ത് തന്നെ. എനിക്ക് വണ്ടി എടുക്കാം. അയ്യോ ഇതെന്നെ ചേട്ടൻ. ചേട്ടാ എന്നാൽ ഈ ഗതിയിൽ ചേട്ടന് വന്നല്ലോ. അയ്യോ ചേട്ടാ. അയ്യോ
സഹിക്കുന്നില്ലേ ചേട്ടാ കണ്ടോട്ടോ അങ്ങോട്ട് കണ്ടോട്ടാണ് ഭാര്യ വന്ദനെ എനിക്കൊരു കുഴപ്പമില്ലടി. ചേട്ടൻ ആരെങ്കിലും ഉദ്രവിച്ചാ എന്നെ വട്ടനാക്കി ഫുട്ബോൾ കെട്ടുന്ന പോലെ തട്ടിയടി. അമ്മച്ചിയെ പിന്നെ വിളിക്കാം, നീ ചങ്ങലൊന്ന് അഴിച്ചു കാടി. എവിടെ കെട്ടിക്കുന്നു നീ നോക്ക്. ആടാ ഈ ശിരോവസ്തി ഇരിക്കുന്നവനെ അഴിച്ചുവിടുന്നത്? ഞാനാണ് ഓടിക്കോ.